നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ കാണുന്നത് എന്തും ഇതുപോലെ ഒരൊറ്റ ക്ലിക്കിൽ നമ്മുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് പരിചയപ്പെട്ടാലോ? നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഭാഷയിലുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത്, ഇനി അതുമല്ലെങ്കിൽ വാട്സാപ്പിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് വന്നു, പക്ഷേ നമുക്ക് പരിചയമില്ലാത്ത ഭാഷയിലാണ്. ആ സമയത്ത് ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ഗാലറിയിൽ ടെക്സ്റ്റ് മെസ്സേജോട് കൂടിയിട്ടുള്ള ഫോട്ടോ ഉണ്ട്, പക്ഷേ ആ ടെക്സ്റ്റ് നമുക്ക് പരിചയമില്ലാത്ത ഭാഷയിലാണ്. ഈ സമയത്തൊക്കെ ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഇതെങ്ങനെയാണ് മൊബൈൽ സെറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏറ്റവും മുകളിലെ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അത് ഓൾറെഡി സെലക്റ്റഡ് ആണ്, അതിൽ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. ഇനി ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഏത് ലാംഗ്വേജിൽ നിന്നാണ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ഭാഷ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഏത് ഭാഷയിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഭാഷ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ മലയാളമാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ മലയാളമുണ്ട്. മലയാളം ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ എഗ്രി കൊടുത്തതിന് ശേഷം ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഡൗൺലോഡഡ് ആപ്സ് എന്ന ഭാഗത്തായിരിക്കും ഈ ആപ്ലിക്കേഷൻ ഉണ്ടാകുക. ചില മൊബൈലിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക. ഇവിടെ ആപ്ലിക്കേഷൻ്റെ പേര് കാണുന്ന ഭാഗത്ത് ഓഫിലായിരിക്കും. അതൊന്ന് ഓൺ ചെയ്തിട്ട് ഇവിടെ ഈ ടോഗിൾ ഓൺ ചെയ്തിട്ട് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബേക്ക് വരിക, വീണ്ടും ബേക്ക് വരിക, വീണ്ടും ബേക്ക് വരിക. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് കാണുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയും ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അത്രയേ വേണ്ടൂ. ഇനി ജസ്റ്റ് ഒന്ന് ബേക്ക് വരാം. വീണ്ടും ബേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അപ്രത്യക്ഷമാകും. ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്ന ആദ്യത്തെ ഓപ്ഷനാണ് വേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇത് എവിടെ വേണമെങ്കിലും സ്ക്രീനിൽ വെക്കാൻ സാധിക്കും. ഇനി നമുക്കിതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഞാനിപ്പോൾ ഗൂഗിളിൽ ഒരു സൈറ്റ് സന്ദർശിക്കുകയാണ്. ഇവിടെ ഫുൾ ഇംഗ്ലീഷിലാണ് ഉള്ളത്. ഓക്കെ, ഇനി ഈ ഐക്കണിൽ പ്രസ് ചെയ്യാണ്. പ്രസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു മലയാളം ലാംഗ്വേജിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത പേജിലേക്ക്, ഇപ്പോൾ അടുത്ത ഭാഗത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗവും ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്നത് എന്തും ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ബാക്ക് വരികയാണ്. ഗാലറിയിലുള്ള ഒരു ഫോട്ടോ, അതിൻ്റെ ടെക്സ്റ്റ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? അതിനായിട്ട് ഗാലറിയിലുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതിൽ ടെക്സ്റ്റ് ഇംഗ്ലീഷിലാണുള്ളത്. ആ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത ഉടനെ തന്നെ മൊത്തം മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എന്തും നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു ഐക്കൺ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ആപ്ലിക്കേഷൻ തുറന്നിട്ട് അവിടെ സ്റ്റാർട്ട് കൊടുത്ത ഭാഗത്ത് സ്റ്റോപ്പ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, പല സന്ദർഭങ്ങളിലും വളരെയധികം ഉപകാരപ്രദമാകുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.